ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ട്രംപ് ഭയപ്പെട്ടത് തന്നെ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ട്രംപ് എന്തിനാണോ ഇത്രയധികം കിടന്ന് നിലവിളിച്ചത്, ആ കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ അമേരിക്കയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ താരിഫുകളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ ട്രംപിന്റെ താരിഫിനെതിരെ അമേരിക്കൻ കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അടിയന്തര നിയമപ്രകാരം ഏർപ്പെടുത്തിയ ട്രംപിന്റെ ആഗോള താരിഫുകൾക്കെതിരെ US സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഫെഡറൽ നിയമപ്രകാരം നടപ്പിലാക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള താരിഫുകൾക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി വെള്ളിയാഴ്ച വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. അടിയന്തരാധികാരങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായിട്ടുള്ള വ്യാപാര നടപടികളെ ന്യായീകരിക്കുന്നത് 6-3 തീരുമാനത്തിൽ തടഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ സാമുവൽ അലീറ്റോ, ക്ലാരൻസ് തോമസ്, ബ്രെറ്റ് കാവനോ എന്നിവരാണ് ഇതിനോട് വിയോജിച്ചിരിക്കുന്നത്. ട്രംപിന്റെ 2ാം ടേമിലെ എക്സിക്യൂട്ടീവ് അധികാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വിവാദപരമായിട്ടുള്ള വാദങ്ങളിൽ ഒന്ന് തള്ളിക്കളഞ്ഞ ഈ വിധി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചത് ഉടനെ തന്നെ പലരും പറഞ്ഞത് 6 മാസം മാത്രമാണ് ഈ താരിഫിന് ആയുസ് എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ സുപ്രീം കോടതി ഈ താരിഫിനെ എടുത്ത് തോട്ടിൽ കളയും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞു പരത്തിയത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ താരിഫായി കിട്ടിയ ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണമെല്ലാം നമ്മൾക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ അന്ത്യമായിരിക്കുമെന്നാണ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ലോകരാജ്യങ്ങൾക്ക് അമേരിക്ക അവരുടെ കയ്യിൽ നിന്നും ഈടാക്കിയ താരിഫുകളെല്ലാം, ടാക്സുകളെല്ലാം തിരിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യക്ക് ട്രംപ് ഈടാക്കിയ താരിഫ് തിരിച്ചു തരുമോ? യൂറോപ്പിന് ട്രംപ് ഈടാക്കിയ താരിഫ് തിരിച്ചു തരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ ലംഘിച്ചുവെന്ന് കീഴ്ക്കോടതികൾ കണ്ടെത്തിയതിനെ തുടർന്ന് തീരുവ ബാധിച്ച ബിസിനസ്സുകളിൽ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 US സംസ്ഥാനങ്ങളും താരിഫുകളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ചെറുകിട ഇറക്കുമതി ബിസിനസ്സുകളും അരിസോണ, കൊളറാഡോ, കണക്ടിക്കട്ട്, ഡെലവെയർ, ഇല്ലിനോയ്സ്, മെയിൻ, മിനസോട്ട, നെവാഡ, ന്യൂ മെക്സിക്കോ, ന്യൂയോർക്ക്, ഒറിഗോൺ, വെർമോണ്ട് എന്നീ സംസ്ഥാനങ്ങളും കൊണ്ടുവന്ന വെല്ലുവിളികൾ ഉൾപ്പെടെ 3 വ്യത്യസ്ത കേസുകളിൽ നിന്നാണ് ഈ കേസുകൾ ഉണ്ടായത്. മറ്റൊരു കേസിൽ ഒരു ഫെഡറൽ ജഡ്ജി കുടുംബ ഉടമസ്ഥതയിലുള്ള കളിപ്പാട്ട കമ്പനിയായ ലേണിംഗ് റിസോഴ്സിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഭരണഘടന കോൺഗ്രസിന് താരിഫ് ചുമത്താനുള്ള അധികാരം നൽകുന്നു. മുൻ പ്രസിഡന്റുമാർ 1977 നിയമം പ്രധാനമായും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വിദേശ ആസ്തികൾ മരവിപ്പിക്കുന്നതിനോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വിശാലമായ ഇറക്കുമതി നികുതികൾ നിശ്ചയിക്കാൻ ട്രംപ് ആദ്യമായാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയമത്തിൽ താരിഫിനെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. ദേശീയ അടിയന്തരാവസ്ഥയിൽ ഇറക്കുമതി നിയന്ത്രിക്കാൻ പ്രസിഡന്റിനെ IEEPA അനുവദിക്കുന്നുവെന്നും ഈ അധികാരത്തിൽ താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടുത്തുമെന്നും ട്രംപിന്റെ നീതിന്യായ വകുപ്പ് വാദിച്ചിരുന്നു. എന്നാൽ ആ വാദങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ലോകം കാത്തിരിക്കുന്നത് അമേരിക്കയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തും സംഭവിക്കാം. ട്രംപ് അറ്റകൈ പ്രയോഗിക്കുമോ എന്നാണ് ലോകം ഇനി കാത്തിരിക്കുന്ന. ന്യൂസ് ഡെസ്ക് മലയാളം.